വെൽക്കം ബാക്ക് ടു ലോ സ്പാർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ കോർട്സ്, ട്രൈബ്യൂണൽ ആൻഡ് അതർ അഡ്ജുഡിക്കേറ്ററി ബോഡീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പാർട്ട് 3 ആണ് ഈ ഒരു വീഡിയോ. പാർട്ട് 1ഉം 2ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി LLBയിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ വീഡിയോസ് മാത്രമാണ് യൂട്യൂബ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി മൊഡ്യൂൾസിന്റെ ക്ലാസ്സിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്? ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, സച്ച് ആസ് കോർട്ട്, ട്രൈബ്യൂണൽ ആൻഡ് അതർ അഡ്ജുഡിക്കേറ്ററി ബോഡീസ്. അപ്പോൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ്? ദ റൂൾ ഓഫ് ലോ ഇസ് എ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ ഓഫ് എനി ഡെമോക്രാറ്റിക് സൊസൈറ്റി. എനി ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്ന് വെച്ചാൽ ഏതൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ ഒരു മീൻസ് ആ സെറ്റ് ഓഫ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് ഏതായാലും ഒരു ജനാധിപത്യ ഒരു സമൂഹത്തിന്റെ ഒരു ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് ലോയെ കണക്കാക്കാം. അതുപോലെ തന്നെ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കോടതി മീൻസ് കോർട്ട് ഉണ്ട്, ട്രൈബ്യൂണൽസ് ഉണ്ട്, പിന്നെ അത് അഡ്ജുഡിക്കേറ്ററി ബോഡീസ് ഉണ്ട്. സെർവ് ആസ് എ പില്ലർ ഓഫ് ജസ്റ്റിസ് ഇൻ എ ലീഗൽ സിസ്റ്റം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജസ്റ്റിസ് നീതിയുടെ ഒരു പില്ലർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്, പ്രൊട്ടക്ടിങ് റൈറ്റ്സ് ആൻഡ് അപ്ഹോൾഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ ഓഫ് ദ ലാൻഡ്. അപ്പോൾ ഇതെന്താണ്? അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് തർക്കം തീർക്കാനും അതുപോലെ അവകാശം സംരക്ഷിക്കാനും അതുപോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മുടെ ലാൻഡിലുള്ള ലോ ഓഫ് ദ ലാൻഡിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിക്കൊണ്ടുവരാനും എല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പറയുന്ന ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്യൂട്ടി ആണെന്ന് നമുക്ക് പറയാം. These institutions vary in structure, power and procedure but share a common objective ensuring justice. ഇതിന്റെ എല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാം സ്ട്രക്ചറും അതിന്റെ പവറും പ്രൊസീജിയറും എല്ലാം എന്താണ്? ഡിഫറെന്റ് ആണ്. പക്ഷെ അതിന്റെ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? ജസ്റ്റിസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള അതിന്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഒരു ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ ആണ്. ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോടതി വരും, ട്രൈബ്യൂണൽസ് വരും, ബാക്കി അഡ്ജുഡിക്കേറ്ററി ബോഡീസ് വരും. ഇതിലെ പില്ലറായിട്ടും നമുക്ക് ജസ്റ്റിസിന്റെ പില്ലറായിട്ട് കാണാം. അതുപോലെ തന്നെ എന്താണ് ഇത് അതുപോലെ തർക്കം തീർക്കാനും അതുപോലെ തന്നെ അവകാശം പ്രൊട്ടക്ട് ചെയ്യാനും പിന്നെ എന്താണ് നമ്മുടെ ഈ ഒരു ഇതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം പല പല സ്ട്രക്ചറും പവറും പ്രൊസീജിയർ ആണെങ്കിലും ഒബ്ജക്റ്റീവ് എന്താണ്? സെയിം ആണ്, എൻഷുർ ജസ്റ്റിസ്. നെക്സ്റ്റ് നമുക്ക് കോർട്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ കോടതി അല്ലെങ്കിൽ കോർട്ട്. കോർട്ട് ആ പെർമനന്റ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ അതർ ലോ ടു ഇന്റർപ്രറ്റ് ആൻഡ് അപ്ലൈ ദ ലോ. ഇപ്പൊ കോർട്സ്, കോടതി എന്ന് പറയുമ്പോൾ ഒരു പെർമനന്റ് ആയിട്ടുള്ള ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതർ ലോയുടെ ബേസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇത് ടു ഇന്റർപ്രറ്റ് ആൻഡ് അപ്ലൈ ദ ലോ. ഈ കോടതി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും വ്യാഖ്യാനിക്കുന്നതും കോടതി വഴിയാണ്. നിയമം നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ദേ ഹാവ് ജുഡീഷ്യൽ അതോറിറ്റി ടു സെറ്റിൽ ഡിസ്പ്യൂട്ട് ആൻഡ് ഡെലിവർ ജസ്റ്റിസ്. അപ്പം ജുഡീഷ്യൽ അതോറിറ്റി, ഇവർക്ക് എന്താണ്? ജുഡീഷ്യൽ അതോറിറ്റി ഉണ്ട്, ആ തർക്കങ്ങൾ സെറ്റിൽ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ്? ജസ്റ്റിസ് ഡെലിവർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മീൻസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ജുഡീഷ്യൽ അതോറിറ്റി ആർക്കുണ്ട്? കോടതിക്കുണ്ട്. നമുക്ക് ഹൈറാർക്കി ഓഫ് കോർട്സ് ഇൻ ഇന്ത്യ നോക്കാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ് ഹൈറാർക്കി ഓഫ് കോർട്സ് ഇൻ ഇന്ത്യ. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിപ്പോ നോക്കിപ്പോം കോടതി ഏതൊക്കെയാണ്. ഫസ്റ്റ് നമുക്കറിയാം ഏറ്റവും അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. ആർട്ടിക്കിൾ 124 പറയുന്നത് ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഹിയർസ് അപ്പീൽ ഫ്രം ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിൽ അപ്പീൽസ് പോകുന്നത് എങ്ങോട്ടാണ്? സുപ്രീം കോർട്ടിലോട്ടാണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് ആൻഡ് ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്. അപ്പോൾ സുപ്രീം കോടതിക്ക് എന്താണ്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷനും അതുപോലെ ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടും തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് സുപ്രീം കോടതിയിൽ വരുന്നത്. പിന്നെ പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ത്രൂ റിട്ട് ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ആർട്ടിക്കിൾ 32 നമുക്കറിയാം എന്താണ്? സുപ്രീം കോർട്ടിന്റെ റിട്ട് പോകുന്ന ആർട്ടിക്കിളാണ് 32. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് റിട്ട് എന്ത് ഫയൽ ചെയ്യാം? ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാം എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ടിന്റെ ആർട്ടിക്കിൾ 214 ആണ്. ഈച്ച് സ്റ്റേറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ് ഹാസ് എ ഹൈക്കോർട്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് സ്റ്റേറ്റിനായിരിക്കും ഒരു കോടതി, അങ്ങനെയും വരാം. അപ്പം ഹിയേഴ്സ് അപ്പീൽ ഫ്രം ലോവർ കോർട്ട്. ഇത് ലോവർ കോടതിയിൽ നിന്നും പോകുന്ന അപ്പീലുകളാണ് നമുക്കറിയാം ഹൈക്കോടതിയിൽ പോകുന്നത്. ഹാസ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇൻ സർട്ടൻ സിവിൽ ആൻഡ് ക്രിമിനൽ കേസ്. അപ്പം ചില സിവിലും ചില ക്രിമിനൽ കേസും നമ്മുടെ ഹൈക്കോടതിന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്.
അതുപോലെ തന്നെ നമ്മൾ റിട്ട് ഫയൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 226 ആണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 ആണ്. നെക്സ്റ്റ് എന്താണ്, നമുക്ക് സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട് നോക്കാം. ഹാൻഡിൽ മോസ്റ്റ് സിവിൽ ആൻഡ് ക്രിമിനൽ കേസ് അറ്റ് ദ ലോക്കൽ ലെവൽ. നമ്മൾ ഡിസ്ട്രിക്ട് കോർട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ സിവിലും ക്രിമിനലും ആയിട്ടുള്ള ലോക്കൽ ലെവലിലുള്ള കേസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ഇൻക്ലൂഡ് എന്താണ്, സെഷൻസ് കോർട്ട് ഉണ്ട്, നമുക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ട്, സിവിൽ ജഡ്ജ് ഉണ്ട്. ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർ ഹൈക്കോർട്ട് സൂപ്പർവിഷൻ. ജഡ്ജസിനെ ആരാണ് അപ്പോയിന്റ് ചെയ്തത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അണ്ടർ ദ ഹൈക്കോർട്ട് സൂപ്പർവിഷനിലൂടെ കൂടിയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് കോർട്ട് ആണ്. ഇന്റർപ്രറ്റ് ദ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ലോയും ഇന്റർപ്രറ്റ് ചെയ്യുന്നു. പ്രൊവൈഡ് റെമഡീസ് ഫോർ വയലേഷൻ ഓഫ് റൈറ്റ്. അവരുടെ എന്താണ്, ഇപ്പം നമ്മൾ റൈറ്റ് വയലേറ്റ് ചെയ്താൽ അതിനൊരു റെമഡി അവർ പ്രൊവൈഡ് ചെയ്യുന്നു. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ത്രൂ ജസ്റ്റിസ് ഡെലിവറി. നീതി നമുക്ക് ഉറപ്പാക്കിയിട്ട് മീൻസ് ആ ഒരു ലോയും ഓർഡറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇതൊക്കെയാണ് കോടതിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ആ ഒരു ഇനി പഠിക്കുന്ന ഹൈറാർക്കിയിൽ പഠിക്കുന്ന കാര്യം വേണമെങ്കിലും ഇതിൽ കമ്പൈൻ ചെയ്ത് എഴുതാൻ ഉള്ളതാണ്. അപ്പൊ കോടതി ഏതൊക്കെയാണ്? സുപ്രീം കോർട്ട്, നെക്സ്റ്റ് ഹൈക്കോർട്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോർട്ട്, പിന്നെ സെഷൻസ് കോർട്ട് ഉണ്ട്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, സിവിൽ ജഡ്ജ്. അപ്പൊ ഓരോ ഇതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോ എന്താണ് അതിന്റെ അതോറിറ്റി എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? ട്രൈബ്യൂണൽസ് ആണ്. അപ്പോൾ ട്രൈബ്യൂണൽസ് എന്ന് പറയുമ്പോൾ are quasi-judicial bodies established under special statute to adjudicate specific type of dispute that often require technical expertise or quicker decision. ഇപ്പോൾ ട്രൈബ്യൂണൽസ് എന്ന് പറയുമ്പോൾ ഒരു കോസി ജുഡീഷ്യൽ. ഈ കോസി ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കോടതിയെ പോലെ അല്ലെങ്കിലും മീൻസ് അതിന്റെ ഒരു ഹാഫ് പോർഷൻ. കോസി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു അർത്ഥ ഇതെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതിന്റെ കോടതി പോലെ തന്നെ അതിന്റെ എല്ലാം ഒരു സിസ്റ്റം ഇല്ലെങ്കിലും അതിന്റെ ഒരു ഏകദേശം ആ ഒരു സിസ്റ്റം പോലെയാണ് നമുക്ക് ട്രൈബ്യൂണൽസ്. അതുകൊണ്ടാണ് കോസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിലും ആയിരിക്കും ഈ ഒരു ട്രൈബ്യൂണൽസ് ഉള്ളത്. അതുപോലെ തന്നെ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ട് ആയിരിക്കും. മീൻസ് നമ്മൾ സാധാരണ കോടതിയിൽ വരുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് മാറ്റേഴ്സ് ആയിരിക്കത്തില്ല ട്രൈബ്യൂണൽസിൽ വരുന്നത്. അതൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ട് ആയിരിക്കും. അതിൽ ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ ക്വിക്കർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആൾക്കാരായിരിക്കും ഈ ഒരു ട്രൈബ്യൂണൽസിൽ ഉള്ളത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ ഇൻഫോർമൽ ദാൻ റെഗുലർ കോർട്ട്. റെഗുലർ കോർട്ടിനെ കാട്ടി കുറച്ചും കൂടി ഇൻഫോർമൽ ആയിരിക്കും, കുറച്ചും കൂടെ ഫ്ലെക്സിബിളും ആയിരിക്കും. പിന്നെ ഫോക്കസ്ഡ് ഓൺ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്. നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ടാക്സ്, കമ്പനി ലോ, അതുപോലെ സർവീസ് മാറ്റേഴ്സ്. സാധാരണ കോടതിയിൽ കുറച്ചും കൂടെ നമുക്കിപ്പോ ജഡ്ജിന് ടാക്സിന്റെ കുറച്ച് എല്ലാം അറിയണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ മാറ്റേഴ്സ് വരുമ്പോൾ നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് എസ്റ്റാബ്ലിഷ്മെന്റിലോട്ട് വിടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാണ് ട്രൈബ്യൂണൽസ്. അപ്പൊ ഈ ടാക്സ്, കമ്പനി ലോ, സർവീസ് മാറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എവിടെ വരും? ട്രൈബ്യൂണൽസിലായിരിക്കും വരുന്നത്. മേ ഹാവ് എക്സ്പേർട്ട് ആസ് മെമ്പേഴ്സ് അലോങ്സൈഡ് ജുഡീഷ്യൽ ഓഫീസർ. അപ്പൊ ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ സൈഡിൽ നിന്നും അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെയും എന്താണ് മീൻസ് ഇവിടെ ഉള്ള ജഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഫാസ്റ്റർ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ജസ്റ്റിസ് ആണ്. മീൻസ് അത്ര നമുക്ക് ക്യാഷും ആവത്തില്ല, കുറച്ചുകൂടി ഫാസ്റ്ററും ആണ്. പിന്നെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ഓഫ് ട്രൈബ്യൂണൽസ് ഇന്ത്യയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രൈബ്യൂണൽസ് ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്, NCLT എന്ന് പറയും. ഇത് ഡീൽസ് വിത്ത് കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട് ആണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഇൻസോൾവൻസി, അതുപോലെ മെർജേഴ്സ്, കമ്പനി സ്ട്രക്ചറിങ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു? റീസ്ട്രക്ചർ ചെയ്യുന്നു അണ്ടർ ദ കമ്പനീസ് ആക്ട് ആൻഡ് IBC. IBC എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ഒരു ആക്ട് ഉണ്ട്. അപ്പൊ ആ ആക്ട് പ്രകാരം അപ്പൊ ഈ മാറ്റർ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. അത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? റിസോൾവ് ഡിസ്പ്യൂട്ട് റിലേറ്റ് ടു ദ ഇൻകം ടാക്സ് അസസ്മെന്റ് ആൻഡ് പെനാൽറ്റി. ഇപ്പൊ ഇൻകം ടാക്സിന്റെ അസസ്മെന്റും ആൻഡ് പെനാൽറ്റി റിലേറ്റ് ചെയ്ത ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ പോകുന്നത്. നെക്സ്റ്റ് എന്താണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്, അല്ലെങ്കിൽ നമുക്ക് CAT എന്ന് പറയാം. അപ്പോൾ ഡീൽസ് വിത്ത് സർവീസ് റിലേറ്റഡ് ഡിസ്പ്യൂട്ട് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അവരുടെ സർവീസ്, അവരുടെ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയായിരിക്കും പോകുന്നത്? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രൊമോഷന്റെ ഇതായിട്ട് ടീച്ചേഴ്സിന്റെ പ്രൊമോഷൻ നമ്മൾ എവിടെയായിരിക്കും സമീപിക്കുന്നത്? CAT-ലായിരിക്കും.
മീൻസ് ആ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലായിരിക്കും കൊടുക്കുന്നത്. നെക്സ്റ്റ് ആംഡ് ഫോഴ്സ് ട്രൈബ്യൂണൽ ആണ്. അപ്പം ഹാൻഡിൽസ് മാറ്റർ റിലേറ്റീവ് സർവീസ് ആൻഡ് ഡിസിപ്ലിൻ ഇൻ ദ ആംഡ് ഫോഴ്സ്. നമ്മുടെ ആംഡ് ഫോഴ്സിന്റെ അത് സർവീസ് റിലേറ്റ് ചെയ്ത മാറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ആര് ഹാൻഡിൽ ചെയ്യുന്നത്, ആംഡ് ഫോഴ്സ് ട്രൈബ്യൂണൽ ഹാൻഡിൽ ചെയ്യുന്നത്. ട്രൈബ്യൂണൽസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, റെഡ്യൂസ് ദ ബർഡൻ റെഗുലർ കോർട്ട്. റെഗുലർ കോടതിയുടെ ഒരു ബർഡൻ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് സബ്ജക്ട് സ്പെസിഫിക് എക്സ്പെർട്ടൈസ്. അപ്പോൾ നമുക്ക് ഓരോ ഇതിനും സെപ്പറേറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്പീഡി ഡിസ്പോസൽ ഓഫ് കേസാണ്. കുറച്ചും കൂടി നമുക്ക് സ്പീഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കേസ് എല്ലാം നമുക്ക് ഒത്തുതീർപ്പാക്കാം, അല്ലെങ്കിൽ കേസ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമുക്ക് ട്രൈബ്യൂണൽ എന്താണ്. അപ്പൊ ഒരു ട്രൈബ്യൂണൽ എന്താണ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം ട്രൈബ്യൂണലും കോടതിയും രണ്ടാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നാണ് നമുക്ക് ട്രൈബ്യൂണൽ പൊതുവെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ്, ബാക്കി അതർ അഡ്ജുഡിക്കേറ്ററി ബോഡീസ് ഏതൊക്കെയാണ്. അപ്പൊ നമുക്ക് കോടതിയും ട്രൈബ്യൂണൽസും മാത്രമല്ല, ഇന്ത്യയിൽ ബാക്കി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സെവറൽ ആയിട്ടുള്ള അഡ്ജുഡിക്കേറ്ററി ബോഡീസും ഉണ്ട്. ഇവരുടെ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഒരുപാട് ഗ്രീവിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് സോൾവ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എൻഷുർ ലീഗൽ റെമഡീസ് ഇൻ സ്പെഷ്യലൈസ്ഡ് ഏരിയ. ഓരോ സ്പെഷ്യലൈസ്ഡ് ഏരിയയിലും ആ ഒരു ലീഗൽ റെമഡി എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഈ അഡ്ജുഡിക്കേറ്ററി ബോഡീസിനുണ്ട്. അപ്പൊ ഇനി പറയുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം കൺസ്യൂമർ കോർട്ട്. അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. എന്താണ് ഡീൽ ചെയ്യുന്നത്, ഡീൽസ് വിത്ത് കൺസ്യൂമർ കംപ്ലൈന്റ്സ് അബൌട്ട് ഡിഫക്റ്റീവ് ഗുഡ്സ്, അൺഫെയർ പ്രാക്ടീസസ് എക്സെട്ര. അപ്പൊ നമുക്ക് ഡിഫക്റ്റീവ് ഗുഡ്സ് ആണ്, അപ്പൊ അങ്ങനത്തെ കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂമർ കോർട്ടിൽ നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ്, ഓർഗനൈസ്ഡ് അറ്റ് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ. നമുക്കറിയാം ഡിസ്ട്രിക്ട് റെഡ്രസൽ കമ്മീഷൻ ഉണ്ട്, സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഉണ്ട്. നെക്സ്റ്റ് ലോക് അദാലത്താണ്. നമുക്ക് ഇൻഫോർമൽ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോറം എന്ന് അറിയപ്പെടും. നമുക്കറിയാം ഈ ലോക് അദാലത്ത് നമുക്ക് ഈ അവിടെ മീഡിയേഷനും അതുപോലെ എന്താണ് കൺസിലിയേഷൻ, ആർബിട്രേഷൻ, അതുപോലെ ഇതൊക്കെ മീൻസ് ഓരോ വിഭാഗമായിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഇതിലിപ്പോ കേസ് സെറ്റിൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് കൂടുതലും സെറ്റിൽ ചെയ്യുന്നത്, സെറ്റിൽ സിവിൽ ആൻഡ് കോമ്പൗണ്ടബിൾ ക്രിമിനൽ കേസ് ത്രൂ കോംപ്രമൈസ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സെറ്റിൽ ആവാൻ ചാൻസ് ഉള്ള കേസുകളൊക്കെയാണ് നമ്മൾ ഈ ലോക് അദാലത്തിൽ നമ്മൾ മീൻസ് ലോക് അദാലത്ത് വെക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ചില സിവിൽ മീൻസ് ചില സിവിൽ കേസ് അല്ല, ചില നമ്മള് ക്രിമിനൽ കേസ് എന്ന് വെച്ചാൽ കോമ്പൗണ്ടബിൾ കേസ് എന്ന് വെച്ചാൽ ഒത്തുതീർപ്പ്, കോംപ്രമൈസ് ആക്കാൻ സാധ്യത ഉള്ള കുറച്ച് കേസൊക്കെ നമ്മൾ ഈ 138 ചെക്ക് കേസൊക്കെ നമ്മൾ സാധാരണ ഈ അദാലത്ത് വെക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് ഒത്തുതീർപ്പായി സെറ്റിലായാൽ നമുക്ക് ആ കേസ് അങ്ങ് ഇതാക്കാമല്ലോ. അപ്പൊ അത് മ്യൂച്വൽ എഗ്രിമെന്റ് ബേസ്ഡ് ആയിരിക്കും അങ്ങനത്തെയൊക്കെ ഈ അദാലത്തുകൾ പോകുന്നത്. അതുപോലെ നോ കോർട്ട് ഫീ ആൻഡ് ക്വിക്ക് ജസ്റ്റിസ്. പ്രത്യേകിച്ച് അങ്ങനെ കോർട്ട് ഫീ ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ പെട്ടെന്ന് നമുക്കൊരു ജസ്റ്റിസും കിട്ടും. നെക്സ്റ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണ്. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ക്യാൻ റെക്കമെൻഡ് ആക്ഷൻ ആൻഡ് കോമ്പൻസേഷൻ. അതുപോലെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു, കോമ്പൻസേഷൻ കൊടുക്കുന്നു. അതുപോലെ അവർക്ക് എന്ത് ആക്ഷൻ, ഇതിനെതിരെ എന്ത് ആക്ഷൻ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. നെക്സ്റ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ആണ്. ഇവിടെ എന്താണ്, ഹാൻഡിൽ അപ്പീൽസ് ആൻഡ് കംപ്ലൈന്റ്സ് അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ കംപ്ലൈന്റ്സ് ആൻഡ് അപ്പീൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ഇൻഫർമേഷൻ കമ്മീഷൻ. അതുപോലെ എൻഷുർ ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെന്റ് ഫംഗ്ഷനിങ് ആ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് അതർ അഡ്ജുഡിക്കേറ്ററി ബോഡീസ് എന്തൊക്കെയാണ്, ഇൻക്രീസ് ആക്സസ് ടു ജസ്റ്റിസ്. അതുപോലെ നെക്സ്റ്റ് സ്പെഷ്യൽ ഫോക്കസ് ഓൺ വൾണറബിൾ ഓർ അൺറെപ്രസെന്റഡ് ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ അൺറെപ്രസെന്റഡ് ഗ്രൂപ്പ്സിന്റെ അല്ലെങ്കിൽ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്റെ അതൊരു സ്പെഷ്യൽ ഫോക്കസ് ചെയ്യാനും. അതുപോലെ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവേണൻസ്. അതുപോലെ സിറ്റിസന്റെ ഒരു പാർട്ടിസിപ്പേഷനും എല്ലാം ഉറപ്പുവരുത്താനുമാണ് ഈ പ്രത്യേകിച്ച് അത് അഡ്ജുഡിക്കേറ്ററി ബോഡീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന, നമ്മൾ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷൻ, നെക്സ്റ്റ് ലോക് അദാലത്ത്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ, ഈ 4 കാര്യങ്ങളാണ് എഴുതുന്നത്. Then we have to conclude this topic. Court, tribunal and other adjudicatory bodies form the backbone of the legal system. നമുക്ക് കോടതിയും ട്രൈബ്യൂണൽസും അഡ്ജുഡിക്കേറ്ററി ബോഡീസ് എല്ലാം നമുക്ക് ലീഗൽ സിസ്റ്റത്തിന്റെ ബാക്ക് ബോൺ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഈച്ച് പ്ലേ എ ഡിസ്റ്റിങ് റോൾ ഇൻ എൻഷുറിംഗ് ദി ജസ്റ്റിസ് ഇൻ ആക്സസബിൾ, അഫോർഡബിൾ ആൻഡ് എഫിഷ്യന്റ്. അപ്പൊ ഓരോ എന്താണ്
മീൻസ് കോടതി ആയാലും ട്രൈബ്യൂണൽ ആയാലും അഡ്ജുഡിക്കേറ്ററി ബോഡീസ് ആയാലും അവർക്ക് പല പല ഡിസ്റ്റിങ് റോളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും ഉദ്ദേശം എന്താണ്? ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ, അതുപോലെ എഫിഷ്യന്റ് ആയിട്ട് അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവരുടെ മീൻസ് ഉദ്ദേശം. അതുപോലെ ഈ ഒരു കോടതി, വൈൽ കോർട്സ് സേഫ് ഗാർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ റൈറ്റ്സ്, കോടതി എന്താണ് സേഫ് ഗാർഡ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ ലീഗൽ റൈറ്റ്സ് ആണ്. ട്രൈബ്യൂണൽസ് ആൻഡ് അതർ ബോഡീസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഷിഫ്റ്റ് മെക്കാനിസം ഫോർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അവരെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആയിരിക്കും അവര് ആ തർക്കങ്ങളായിരിക്കും അവർ റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ടുഗെദർ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ uphold the value of justice, equality and the rule of law in society. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജസ്റ്റിസിന്റെ വാല്യൂ ഉയർത്തിക്കൊണ്ടുവരാൻ, ഇക്വാളിറ്റി കൊണ്ടുവരാൻ, റൂൾ ഓഫ് ലോ ഇൻ സൊസൈറ്റിയിൽ, റൂൾ ഓഫ് ലോ നമ്മൾ എന്താണ് പഠിച്ചതാണ്, ലോ എന്താണ്, റിലവൻസ് ഓഫ് ലോ ഇൻ സൊസൈറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ കൊണ്ടുവരാനാണ് എല്ലാത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് മൂന്നും മീൻസ് അത് അഡ്ജുഡിക്കേറ്ററി ബോഡീസ് തന്നെ ഒരുപാടുണ്ട്, അതുപോലെ ട്രൈബ്യൂണൽസ്, കോർട്സ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിന് ഇൻട്രസ്റ്റ് ഉള്ളവർ ആ കാണുന്ന നമ്പറിൽ ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.